ഇന്ന് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സിമ്പിളായി പഠിച്ചാലോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് 3 സന്ദർഭങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഏതെല്ലാം എന്ന് നോക്കാം. അതിനു മുമ്പ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഹെൽപ്പിംഗ് വേർബ് വരും, പിന്നെ വേർബിന്റെ ing ഫോമാണ് വരുന്നത്. ഇവിടെ 2 ഹെൽപ്പിംഗ് വേർബാണ് വരുന്നത്, ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ. സബ്ജക്റ്റ് ഐ യു ദേവി ആണ് വരുന്നതെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ബീൻ വരും, വേർബിന്റെ ing ഫോം. ദെൻ ഷീ ഹി ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഹാസ് ബീൻ ആണ് ഹെൽപ്പിംഗ് വേർബ് വരുന്നത്. ദെൻ വേർബിന്റെ ing ഫോം തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്, യു ഹാവ് ബീൻ വെയിറ്റിംഗ്, ദേ ഹാവ് ബീൻ വെയിറ്റിംഗ്, വി ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇനി ഷീ ഹി ഇറ്റ് ആണെങ്കിൽ ഷി ഹാസ് ബീൻ വെയിറ്റിംഗ്, ഹി ഹാസ് ബീൻ വെയിറ്റിംഗ്, ഇറ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ്. ഇതിൽ ആദ്യത്തെ സന്ദർഭമാണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. എന്ന് വെച്ചാൽ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതാണോ എങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് ടൈം കണ്ടിന്യൂ ചെയ്തു, ഇപ്പോഴും നടക്കുന്നു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ഇവിടെ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ കണക്ഷൻ വന്നു. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് ബീൻ സ്റ്റേയിങ് ഫോർ 6 hours. ഞാൻ 6 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 6 മണിക്കൂർ മുമ്പ് തുടങ്ങിയ കാര്യം ഇപ്പോഴും നൗ ഈ നിമിഷം വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റിൽ തുടങ്ങിയ കാര്യം കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ, വി ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രൊജക്ട് ഫോർ 6 months. ഞങ്ങൾ 6 മാസമായി ഈ പ്രൊജക്റ്റിൽ ജോലി ചെയ്യുകയാണ്. സോ ഈ സമയം മുതൽ ഈ നിമിഷം വരെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സന്ദർഭം നോക്കാം. ടെമ്പററി ഹാബിറ്റ്സ് ഓർ റീസെന്റ് റിപ്പീറ്റഡ് ആക്ഷൻസ്. അതായത് റീസെൻ്റ്ലി റിപ്പീറ്റായി നടക്കുന്ന ടെമ്പററി ആക്ഷൻ ഓർ ഹാബിറ്റ്സ്. എന്തുകൊണ്ടാണ് ടെമ്പററി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞത്? നമ്മുടെ ഡെയിലി ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ കാലത്തും ചെയ്യുന്നതാണ് ഹാബിറ്റ്സ് അല്ലേ? ഇത് നമ്മൾ പറയേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. എന്നാൽ ഇത് ടെമ്പററി ഹാബിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റിപ്പീറ്റഡായി കണ്ടിന്യൂസ് ആയി ഈയിടെയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിറ്റിനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഈസിയാവും. ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് ടു മച്ച് കോഫി റീസെൻ്റ്ലി. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലായി കോഫി കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ പ്രവൃത്തി. എന്നാൽ ഈ പ്രവൃത്തി, ഈ ഹാബിറ്റ് മുമ്പ് ഉണ്ടായിരുന്നില്ല, റീസെൻ്റ്ലി ഉണ്ടായതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദേ ഹാവ് ബീൻ സ്ലീപ്പിംഗ് ലേറ്റ്ലി. അവർ ഈ ദിവസങ്ങളിൽ വൈകിയാണ് ഉറങ്ങുന്നത്. ലേറ്റ്ലി എന്ന് വെച്ചാൽ ഈ ഇടയായി എന്നാണ് അർത്ഥം. സോ ഇതൊരു ടെമ്പററി ഹാബിറ്റാണ്. എക്സാമ്പിൾ, ഇപ്പോൾ വെക്കേഷൻ സമയമാണെങ്കിൽ ആ സമയത്ത് മാത്രം നമ്മൾ ഉറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങുന്നതാണ് നമ്മളുടെ ഹാബിറ്റ്. എന്നാൽ ഈ വെക്കേഷൻ സമയത്ത്, ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ്, വൈകിയാണ് ഉറങ്ങുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ബീൻ ഗോയിങ് ടു ദി ജിം ദീസ് ഡേയ്സ്. അവൾ ഈ ദിവസങ്ങളിൽ സ്ഥിരമായി ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഓർക്കണം, ഇത് മുമ്പ് അവളുടെ ഹാബിറ്റ് ആയിരുന്നില്ല, എന്നാൽ റീസെൻ്റ്ലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ എന്താണ് കണ്ടത്? പാസ്റ്റിൽ തുടങ്ങിയ കാര്യം ഇപ്പോഴും ഈ നിമിഷം വരെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ ഇത്ര സമയം സംസാരിച്ചത്. എന്നാൽ മൂന്നാമത്തെ സന്ദർഭമാണ് റീസെൻ്റ്ലി സ്റ്റോപ്ഡ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ് റിസൾട്ട്. അതായത് പാസ്റ്റിൽ തുടങ്ങിയ ആക്ഷൻ കുറച്ച് സമയം കണ്ടിന്യൂ ചെയ്തു, എന്നിട്ട് അത് അവസാനിച്ചു. എന്നാൽ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ കാണാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ ആം ടയേർഡ് ബിക്കോസ് ഐ ഹാവ് ബീൻ എക്സസൈസിങ്. ഞാൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ ടയേർഡാണ്. സോ ഇയാൾ പറയുകയാണ്, ഇത്രയും സമയം ഞാൻ എക്സസൈസ് ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ടയേർഡാണ്. ഐ ആം ടയേർഡ് എന്ന് വെച്ചാൽ ഇവിടെ റിസൾട്ടാണ്. ആക്ഷൻ എന്താണ്? ഐ ഹാവ് ബീൻ എക്സസൈസിങ്.
വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ദി ഗ്രൗണ്ട് ഈസ് വെറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. മഴ പെയ്തു കൊണ്ടിരുന്നത് കൊണ്ട് നിലം നനഞ്ഞിരിക്കുന്നു. സോ ഇവിടെ എന്താണ്? ഇവിടെ റിസൾട്ട് ഗ്രൗണ്ട് ഈസ് വെറ്റ്. ആക്ഷൻ എന്താണ്? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഒരു റെയിനിങ് മഴ പെയ്തുകൊണ്ടേയിരുന്നത് കൊണ്ട്, അല്ലെ, കുറച്ച് കാലയളവിൽ കുറച്ച് സമയത്ത് അത് മഴ പെയ്തുകൊണ്ടേയിരുന്നത് കൊണ്ട് ഇപ്പോഴെന്താണ്? ഗ്രൗണ്ട് വെറ്റാണ്. ഇവിടെ ഞാൻ സ്ലൈഡിനെ 3ആയി ഡിവൈഡ് ചെയ്തു: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം പോസിറ്റീവ് സെന്റൻസ് നോക്കാം. ഇവിടെ ആദ്യം എന്താണ് വരുന്നത്? സബ്ജക്റ്റ്, പിന്നെ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ, പിന്നെ വേർബിന്റെ ING ഫോം. സബ്ജക്റ്റ് ഐ യു ദേവി ആണ് വരുന്നതെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ബീൻ വരും. സോ ഐ ഹാവ് ബീൻ വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ഹാവ് ബീൻ വർക്കിംഗ്, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ വർക്കിംഗ്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഹാസ് ബീൻ ആണ് വരുന്നത്. സോ ഷീ ഹാസ് ബീൻ വർക്കിംഗ്, അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ വർക്കിംഗ്, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ്, അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ പോസിറ്റീവാണ് പറഞ്ഞത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെഗറ്റീവിൽ പറയണം, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയണമെങ്കിൽ, അതായത് നെഗറ്റീവിൽ പറയണമെങ്കിൽ ആദ്യം സബ്ജക്റ്റ് തന്നെ, പിന്നെ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ഓർ ഹാസ്, അതിനുശേഷം ഇല്ല എന്ന് പറയാൻ വേണ്ടി നോട്ട് ചേർക്കണം, എന്നിട്ടാണ് ബീൻ ചേർക്കേണ്ടത്. ലാസ്റ്റ് വേർബിന്റെ ING ഫോം തന്നെയാണ്. സോ സബ്ജക്റ്റ് ഐ യു ദേവി വന്നാൽ എന്ത് വരും? ഹാവിൻഡ് ബീൻ എന്നാണ് വരുന്നത്. സോ ഐ ഹാവിൻഡ് ബീൻ വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. യു ഹാവിൻഡ് ബീൻ വർക്കിംഗ്, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ദേ ഹാവിൻഡ് ബീൻ വർക്കിംഗ്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. വി ഹാവിൻഡ് ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇനി സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റാണ് വരുന്നതെങ്കിൽ ഹാസിൻഡ് ബീൻ ആണ് വരുന്നത്. അതായത് ഹാസ് പ്ലസ് നോട്ട്, അതിനെ ഷോർട്ട് ആക്കിയിട്ട് ഹാസിൻഡ്. ഷീ ഹാസിൻഡ് ബീൻ വർക്കിംഗ്, അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഹി ഹാസിൻഡ് ബീൻ വർക്കിംഗ്, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇറ്റ് ഹാസിൻഡ് ബീൻ വർക്കിംഗ്, അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോം പഠിക്കാം. നമുക്ക് ഒരാളോട് ചോദിക്കണ്ടേ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹെൽപ്പിംഗ് വേർബാണ് ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്നത്. ശ്രദ്ധിക്കുക, പോസിറ്റീവിലും നെഗറ്റീവിലും ഹെൽപ്പിംഗ് വേർബ് സെക്കൻഡ് ആണ് വരുന്നത്, ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ആണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഫോമിൽ വരുന്നത് ഹെൽപ്പിംഗ് വേർബാണ് ഫസ്റ്റ്. ഇവിടെ ഹെൽപ്പിംഗ് വേർബ് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ എന്ന് വരുന്നില്ലേ? പോസിറ്റീവ് സെന്റൻസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ എന്നാണ് വന്നത്. എന്നാൽ ക്വസ്റ്റ്യൻ ഫോമിൽ എത്തുന്ന സമയത്ത് ആദ്യം ഹാവ് ഓർ ഹാസ് വരും, എന്നിട്ട് സബ്ജക്റ്റ് വരും, അതിനുശേഷമാണ് ബീൻ ചേർക്കുന്നത്. പിന്നെ വേർബിന്റെ ING ഫോം തന്നെയാണ് ക്വസ്റ്റ്യൻ ഫോമിലും വരുന്നത്. സോ സബ്ജക്റ്റ് ഐ യു ദേവി വന്നാൽ ഹാവ് വരും. ഹാവ് ഐ ബീൻ വർക്കിംഗ്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാവ് യു ബീൻ വർക്കിംഗ്, നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാവ് ദേ ബീൻ വർക്കിംഗ്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാവ് വി ബീൻ വർക്കിംഗ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നെക്സ്റ്റ് സബ്ജക്റ്റ് ഷീ, ഹി, ഇറ്റ് ആണ് വരുന്നതെങ്കിൽ ഹാസ് വരും. ഹാസ് ഷീ ബീൻ വർക്കിംഗ്, അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാസ് ഹി ബീൻ വർക്കിംഗ്, അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഹാസ് ഇറ്റ് ബീൻ വർക്കിംഗ്, അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ?